ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് വണ്ടി കയറി. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം, അല്ലെങ്കിലേ അവന്മാര് ഇനി അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. നോ, ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്റെ കാർ എത്തും. കാറോ? ഓക്കെ, താങ്ക് യു. ഇതെന്താ കൃഷ്ണ കണ്ടിട്ട് അറിയാത്ത പോലെ പെരുമാറുന്നത്? എന്താ ചേച്ചി? എന്റെ വീട്ടിൽ കയറി എന്നെ തല്ലി ചതച്ചവളാ പോകുന്നേ. അവൾക്ക് അതിനുള്ള മറുപടി ഇന്ന് നമ്മൾ കൊടുക്കണം. അവളെ പൊക്കിക്കോ. എനിക്ക് കിട്ടിയതിന്റെ ഇരട്ടി ഇന്ന് എനിക്ക് അവൾക്ക് കൊടുക്കണം. ചെല്ലടാ, അവളെ പൊക്കി നമ്മുടെ സംഗീതത്തിലേക്ക് കൊണ്ടുപോക്കോ. ശരി ചേച്ചി, വാടാ. നിക്കടി അവിടെ. എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ആരാ നിങ്ങളൊക്കെ? തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. കയ്യെന്ന് വിടറോ? ആരാണെന്ന് പറഞ്ഞുതരാം. കയ്യെന്ന് വിടാൻ. ഇതെന്റെ മമ്മി അറിഞ്ഞ നിങ്ങളൊന്ന് വെറുതെ വിടില്ല. വിടാൻ. കയ്യെന്ന് വിടാനല്ലേ പറഞ്ഞേ? വിടാനല്ലേ പറഞ്ഞത്? പിടിച്ച് വണ്ടി കേട്ടോ. ജോർജ്, ഇങ്ങ് വന്നേ. കണ്ടോ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ നോക്കുക. വണ്ടി വാ, കേറ്. വിടാനല്ലേ പറഞ്ഞേ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നേ? അടങ്ങിയിരിക്കണോടെ. എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടത്? എന്റെ മമ്മി ആരാന്നറിയോ നിങ്ങക്ക്? അവളുടെ ഒരു മമ്മിയെ മര്യാദക്ക് എന്നെ ഇറക്കി വിട്ടോ. വിട്. നിർത്തണവിടെ. നിർത്താനാ പറഞ്ഞ. അങ്ങോട്ടും ഒന്ന് വേഗം പോ. നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്റെ മമ്മി ഇതറിഞ്ഞാലുണ്ടല്ലോ, എന്റെ മമ്മി ഒന്ന് വിരലിനൊടിച്ചാ നിങ്ങളെയൊക്കെ ഒന്നിച്ച് തീർത്തു കളയും. വിടാനല്ലേ പറഞ്ഞേ? 5 പൈസ ഇല്ലാത്തവളാ ഈ ജായി തള്ളുകളാണ്. അടങ്ങിയിരിക്കവിടെ. എന്നോട് കളിച്ചാ നിങ്ങൾ ഒറ്റൊരുത്തനും ജീവനോടെ പുറത്തു പോവില്ല. എന്നെ അറിയില്ല നിങ്ങൾക്ക്. അവളും അവളുടെ ഒരു ഭീഷണിയും കൊന്നുകളയും ഞാൻ. നിർത്തണവിടെ. പണ്ടാരം ചത്ത. എന്താടാ ചത്തെങ്കിൽ തന്നെ സുന്ദരി ചേച്ചി നോക്കിക്കോളൂ. ഒരു വണ്ടി പുറകിൽ വരണ്ടല്ലോ, ഒന്ന് നിർത്തിക്കണം. നിർത്ത്. ഒരെണ്ണത്തിന് വിടല്ലേ? പെൺപിള്ളേരെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? മോളെ എഴുന്നേക്ക് മോളെ.
മോള് നാട്ടിലേക്ക് പോയില്ലേ? എങ്ങനെയാ ഇവന്മാരുടെ കൈപ്പെട്ടത്? ആരാ ഇവന്മാര്? മോളെന്താ ഈ വേഷത്തിൽ? നാട്ടിലേക്ക് എന്താ പോവായിരുന്നേ? അത് ചേട്ടാ, താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ? നത്തിങ്. ആക്ച്വലി ഐ ഡോണ്ട് നോ ഹൂ ദേ ആർ. ഐ ഹാവന്റ് ഇവൻ സീൻ ദം ബിഫോർ. താങ്ക്സ്. മോള് വണ്ടി കയറി. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം, അല്ലെങ്കിലേ അവന്മാര് ഇനി അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. നോ നോ നോ, ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്റെ കാർ ഇപ്പൊ എത്തും. കാറോ? ഓക്കെ, താങ്ക് യു. ഇതെന്താ കൃഷ്ണ കണ്ടിട്ട് അറിയാത്ത പോലെ പെരുമാറുന്നത്? സംസാരിക്കുന്ന വേറൊരു രീതിയിലാണല്ലോ. അയ്യോ, എന്തു പറ്റി? വാ നമുക്ക് പോണ്ടേ? നിങ്ങൾ വിട്ടോ, ഞാൻ വന്നോളാം. തുറന്നു കൊടുക്കാൻ ആള്. എന്റെ ഭഗവാനെ, ഇതെന്ത് മറിമായം! ഇതെന്താണെന്ന് അറിയാതെ പറ്റില്ലല്ലോ. ഇതുപോലെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ വന്ന് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആശുപത്രിയിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ ആശുപത്രിയിൽ വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആശുപത്രി വരാനുള്ള കാരണം ഉണ്ടാക്കിയതാരാ? ഞാനാ? പിന്നാരാ? ഞാനോ? പിന്നല്ലാതെ. നിന്നെ കാണാത്തോണ്ടല്ലേ എനിക്കിങ്ങനെ വന്നേ. നന്നായി. അപ്പൊ ഒരു കാര്യത്തിന് പോണെങ്കി ഞാൻ എന്താ ചെയ്യണ്ടേ? ആ കാര്യത്തിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ വെറുതെ. ആ കാര്യത്തിന് ഞാൻ പോവുകയും ചെയ്യും, ആ കാശ് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളർന്നൊന്നും വീഴാതെ എനിക്ക് എന്റെ അമ്മയെ നടത്തിക്കൊണ്ട് പോകാനുള്ളതാ. അതെ, കുറച്ചു കാലൊന്നും അല്ല. ആ ആഗ്രഹം കൊള്ളാം. പക്ഷേ ഒരു ദിവസം ആരെയും വിളിച്ചു നടത്താൻ വരുമ്പോഴേ. കേട്ടോ കൃഷ്ണൻ, എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ എത്ര പറഞ്ഞാലും നിർത്തുമില്ല. പറയുന്നവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാ മതിയല്ലോ, മറ്റുള്ളവരുടെ മനസ്സൊന്നും മനസ്സിലാക്കണ്ടല്ലോ. എന്തേ, കഞ്ഞിതരല് മതിയാക്കിയോ?